ഋതപ്പനെ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തോണ്ട് പോകൂ. വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് പിന്നെ വ്ലോഗ് ഇടാൻ മാത്രമേ ഋതപ്പന കുച്ചു വന്നെടുക്കൂ. എന്തൊക്കെ പറഞ്ഞാലും രേണു നോക്കും പോലെ ഋതപ്പനെ കുച്ചു നോക്കൂല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക, അല്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് അടിച്ചു പോവുക. നമ്മുടെ ചാനലിനകത്ത് വേറെ ടോപ്പിക്കുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസിനെ, അതായത് കൊല്ലം സുബിയുടെ മൂത്ത മകനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയാണ് എന്നൊരു ആരോപണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതിന് കാരണം കിച്ചുവിന് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ധാരാളം രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർക്ക് അറിയാം. അത് വാസ്തവമാണ്. കിച്ചുവിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് ഈ പറയുന്ന ഷെഫീന ബീവിയുടെ കൈവശമുണ്ട്. അത് പുറത്ത് വിടുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് തന്നെയാണ് കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് ഷെഫീന പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായിട്ട് ഇന്ന് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നത്. എന്നാലും അത്തരത്തിൽ ഷെഫീന കളക്ട് ചെയ്ത ഒരു എവിഡൻസ് നമുക്കൊന്ന് പുറത്തു വിടാം. ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന NROast എന്ന് പറയുന്ന ചാനലിനോടാണ്. റസീന ചേച്ചി നൗഷാദിക്കയാണ് ആ ഒരു ചാനൽ റൺ ചെയ്യുന്നത്. അവർ ലൈവുകളാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് റസീന ചേച്ചി ചെറിയ ചെറിയ വ്ലോഗുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഏതായാലും ഈ കൊല്ലം സുധിയുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന കിച്ചു കൊല്ലം സുധിയെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അദ്ദേഹത്തെ വളരെ ബ്രൂട്ടലായിട്ട് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇവരുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് വന്ന് കിച്ചുവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ച ടൈമിൽ ഈ പറയുന്ന കൊല്ലം സുധിയും രേണുവും കാല് പിടിച്ച് പോലീസുകാരോട് അപേക്ഷിച്ചിട്ടാണ് ഈ കിച്ചുവിനെ അന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്ന് ഒരു റൂമർ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് കൺഫേം ചെയ്തിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അന്ന് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് പൊങ്ങന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോളനിയിലായിരുന്നു. അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സോ ഇത്തരം കുറേ അധികം രഹസ്യങ്ങൾ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചുറ്റിപ്പറ്റിയുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് റസീന ചേച്ചി നൗഷാദിക്കയും പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കൊച്ചു ആയിരുന്നാൽ പോലും ആ ഋതപ്പനെ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തോണ്ട് പോകൂ. വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് പിന്നെ വ്ലോഗ് ഇടാൻ മാത്രമേ ഋതപ്പന കുച്ചു വന്നെടുക്കൂ. എന്തൊക്കെ പറഞ്ഞാലും രേണു നോക്കും പോലെ ഋതപ്പനെ കുച്ചു നോക്കൂല. കുച്ചു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഋതപ്പനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, കിച്ചു എന്ന് പറയുന്ന വ്യക്തി എപ്പോഴെല്ലാം ഋതപ്പനെ കാണാൻ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നത്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഹാപ്പി മൂമെൻ്റ് ആണ്, അദ്ദേഹം അത് ഷെയർ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഈ സ്കൂൾ തുറന്ന ടൈമിൽ ഋതപ്പന് ഒരു പെൻസിലെങ്കിലും ഈ പറയുന്ന കിച്ചു വാങ്ങിക്കൊടുത്തായിട്ട് ഒരു വ്ലോഗ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ന്യായമല്ലേ? വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്ന സുധിലയത്തിലേക്ക് ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് കിച്ചു എത്തുന്നത്. അല്ലാതെ ഈ വ്യക്തിക്ക് ആ ഒരു കുടുംബവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിലവിൽ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന കിച്ചുവും ഋതപ്പനും തമ്മിൽ ഫോണിൽ കൂടെ പോലും സംസാരിക്കുന്നതായിട്ട് ആർക്കും അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കാണാം. ആ അമ്മ പൂർവാധിക ശക്തികൾ ഇപ്പൊ രേണു വയ്യാതെ കിടക്കുമ്പോ പോലും ആ രേണുവിന്റെ ചേച്ചിയുടെ 2 മക്കളും ആ അമ്മയും അച്ഛനും ഒക്കെയാണ് ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും രേണുവിന്റെ കൊച്ചായതുകൊണ്ട് ആ കുഞ്ഞിനെ അവര് നോക്കും. കുച്ചു കണ്ടന്റ് വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ ഈ അച്ഛന്റെ പേരിൽ ഇപ്പൊ വീടിന്റെ പേരും പറഞ്ഞ് കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ആ വീടിനെ കുറിച്ചുള്ള ഈ വിവാദങ്ങളില് പാവം ഫാദറിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്. ബിഷപ്പിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്. കാര്യം ബിഷപ്പ് ചെയ്യാനുള്ളതെല്ലാം ആ വീട്ടിൽ ചെയ്തു. ഇനി ആ വീട്ടിലെ എന്തോ ഒരു കാര്യം, എന്താ കരമടച്ച രസീതൊക്കെ ഉണ്ട്. വീട്ടു നമ്പറിന് ആ മൂത്ത കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുക്കണം. കാരണം ഋതപ്പന് രേണു ഒപ്പിട്ട ഈ ഒരു വീട്ടു നമ്പറുമായി ബന്ധപ്പെട്ട വിവാദം വന്നതിന് തൊട്ട് പിന്നാലെ പല ആളുകളും അച്ഛനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് രേണുസുധിയുടെ അച്ഛന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന KHDFC ഫിറോസ് ആൻഡ് കമ്പനി ഈ ഒരു ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് അത് കൈമാറാത്തതാണ് ഈ പറയുന്ന
വീടിന്റെ നമ്പർ കിട്ടുവാണ്ട് തടസ്സമെന്നാണ്. പക്ഷേ മറ്റൊരു വെളിപ്പെടുത്തലും കൂടി ഈ ഒരു വിഷയത്തിൽ റസീന ചേച്ചി നൗഷാദിക്ക് നടത്തുന്നുണ്ട്. ഇത് ഇവർ ചുമ്മാ ഇവരുടെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നതല്ല കേട്ടോ. ഇവർ വ്യക്തമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് എനിക്ക് കോണ്ടാക്ട് ഉള്ള ചില ആളുകളുടെ ഈ പറയുന്ന റസീന ചേച്ചിക്കും നൗഷാദിക്കും കോണ്ടാക്ട് ഉണ്ട്. അതുകൂടാതെ രേണുവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പല ആളുകളുമായിട്ട് ഈ പറയുന്ന റസീന ചേച്ചിക്കും നൗഷാദിക്കും കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെയെല്ലാം തന്നെ ഇവർ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് ആണ്. ഇതിനിപ്പോൾ കിച്ചു നിഷേധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നൗഷാദിക്കയുടെ സ്വഭാവമാണ്, അദ്ദേഹം ഫുൾ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തെന്നും വരും. അതുകൊണ്ട് കിച്ചുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കിച്ചു മാത്രം വരിക, അല്ലാതെ മറ്റുള്ളവരെ വെച്ച് ട്രിഗർ ചെയ്ത് കളിക്കരുത്. കാരണം ഞാനോ റസീന ചേച്ചിയോ അല്ല നൗഷാദിക്ക, പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യനാണ്. എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് കാണാം. മതി, ഋതപ്പൻ മൈനറാണ്, രേണുവിന്റെ സൈൻ മതി, 6 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ കുച്ചു വരണം, കുച്ചുവിന് 20 വയസ്സായി, 20-21 വയസ്സായി. കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുത്തത്, കുച്ചു മനഃപൂർവ്വം ഷെഫീന വരാതെ കുച്ചുവിനെ തടഞ്ഞു വെച്ചേക്കണം. കാരണം കുച്ചു അച്ഛനെ ചവിട്ടിയതും അച്ഛന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതും കഞ്ചാവിന് വേണ്ടി കൊല്ലം സുധിയെ കുച്ചു ഉപദ്രവിച്ചതും എല്ലാം ഷെഫീനക്കറിയാം. ഷെഫീന ആ പരിസരത്ത് പോയി ന്യൂസ് എടുത്ത്, ആ പരിസരത്തുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് കുച്ചുവിനെ കുറിച്ചുള്ള ന്യൂസ് എടുത്ത്, കൊല്ലം സുധിയെ കുച്ചു ആക്രമിച്ചതും അച്ഛന്റെ ഫോട്ടോ കയ്യിൽ ടാറ്റു അടിച്ചെന്നും പറഞ്ഞ സ്നേഹം ആവൂലടാ കോപ്പെ, മനസ്സിലായില്ലേ? സ്നേഹം ആവൂല. നീ നിന്റെ അച്ഛനെ ചവിട്ടിയതും ഞെക്കി പിടിച്ചതും എല്ലാം ഷെഫീന ബീവിക്ക് അറിയാം. അതുകൊണ്ടല്ലേ നീ അവളെ പേടിച്ച് അവളെ പാവാടെ കെട്ടി കയറിയിരിക്കുന്നത്? കുച്ചു ആണോ അല്ലേ? അപ്പൊ ഈ കുച്ചു മനഃപൂർവ്വം വന്ന് ഒപ്പിട്ട് കൊടുക്കുന്നതാണ് വീട്ടു നമ്പർ കിട്ടാൻ. അത് ഫാദറിന്റെ കുറ്റമല്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിനകത്ത് ഇവർക്ക് പറയാനുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ ഷെഫീന ബീവിയോ ഈ പറയുന്ന കിച്ചോ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തെളിവുകൾ പുറകെ വരും. അതെടുക്കേണ്ട വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പറയുന്ന എനിക്കാണെങ്കിലും തൃക്കൊടുത്താനം, പൊങ്ങന്താനം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ നല്ല കോണ്ടാക്ട് ഉണ്ട്. അത് വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പൊക്കാവുന്നതേ ഉള്ളൂ. ഞാനത് എടുക്കുക തന്നെ കഴിയും വേണ്ടി വന്നാൽ. അത് എന്നോട് നൗഷാദിക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് എങ്ങനെയും കളക്ട് ചെയ്ത് എത്തിച്ചു തരും. അതേപോലെ തന്നെ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമല്ല, ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. ഞാൻ അവിടെ ചെന്ന് വേണമെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ബൈറ്റ് എടുത്തുകൊണ്ട് വരും. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയുടെ പേരിൽ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അങ്ങനെ ഒരാളുടെ ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ട് ആരും നിൽക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് 100% നിന്ന് 1% മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. ബാക്കി ഇനിയും പല കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അതൊന്നും തന്നെ പുറത്തേക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോൾ പബ്ലിക്ക് വന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് കണ്ടന്റ് ആക്കി എന്നേ ഉള്ളൂ. ഓക്കെ, ബൈ. ഈ കുച്ചു ആയിരുന്നാൽ പോലും ആ ഋതപ്പനെ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തോണ്ട് പോകൂ. വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് പിന്നെ വ്ലോഗ് ഇടാൻ മാത്രമേ ഋതപ്പനെ കുച്ചു വന്നെടുക്കൂ. എന്തൊക്കെ പറഞ്ഞാലും രേണു നോക്കും പോലെ ഋതപ്പനെ കുച്ചു നോക്കൂല. കുച്ചു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഋതപ്പനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പം ആ അമ്മ പൂർവാധിക ശക്തികൾ, ഇപ്പൊ രേണു വയ്യാതെ കിടക്കുമ്പോ പോലും ആ രേണുവിന്റെ ചേച്ചിയുടെ 2 മക്കളും ആ അമ്മയും അച്ഛനും ഒക്കെയാണ് ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും രേണുവിന്റെ കൊച്ചായതുകൊണ്ട് ആ കുഞ്ഞിനെ അവര് നോക്കും. കുച്ചു കണ്ടന്റ് വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ ഈ അച്ഛന്റെ പേരിൽ ഇപ്പൊ വീടിന്റെ പേരും പറഞ്ഞ് കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ആ വീടിനെ കുറിച്ചുള്ള ഈ വിവാദങ്ങളില് പാവം ഫാദറിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്, ബിഷപ്പിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്. കാര്യം ബിഷപ്പ് ചെയ്യാനുള്ളതെല്ലാം ആ വീട്ടിൽ ചെയ്തു. ഇനി ആ വീട്ടിലെ എന്തോ ഒരു കാര്യം, എന്താ കരമടച്ച രസീതൊക്കെ ഉണ്ട്. വീട്ടു നമ്പറിന് ആ മൂത്ത കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുക്കണം. കാരണം ഋതപ്പന് രേണു ഒപ്പിട്ടാൽ മതി, ഋതപ്പൻ മൈനറാണ്, രേണുവിന്റെ സൈൻ മതി, 6 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ കുച്ചു വരണം, കുച്ചുവിന് 20 വയസ്സായി, 20-21 വയസ്സായി. കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുത്തത്, കുച്ചു മനഃപൂർവ്വം ഷെഫീന വരാതെ കുച്ചുവിനെ തടഞ്ഞു വെച്ചേക്കണം. കാരണം കുച്ചു അച്ഛനെ ചവിട്ടിയതും അച്ഛന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതും കഞ്ചാവിന് വേണ്ടി കൊല്ലം സുധിയെ കുച്ചു ഉപദ്രവിച്ചതും എല്ലാം ഷെഫീനക്കറിയാം. ഷെഫീന ആ പരിസരത്ത് പോയി ന്യൂസ് എടുത്ത്, ആ പരിസരത്തുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് കുച്ചുവിനെ കുറിച്ചുള്ള ന്യൂസ് എടുത്ത്, കൊല്ലം സുധിയെ കുച്ചു ആക്രമിച്ചതും അച്ഛന്റെ ഫോട്ടോ കയ്യിൽ ടാറ്റു അടിച്ചെന്നും പറഞ്ഞ സ്നേഹം ആവൂലടാ കോപ്പെ, മനസ്സിലായില്ലേ?
സ്നേഹം ആവൂല. നീ നിന്റെ അച്ഛനെ ചവിട്ടിയതും ഞെക്കി പിടിച്ചതും എല്ലാം ഷെഫീന ബീവിക്ക് അറിയാം. അതുകൊണ്ടല്ലേ നീ അവളെ പേടിച്ച് അവളെ പാവാടെ കെടി കയറിയിരിക്കുന്നത് കുച്ചു ആണോ അല്ലേ? അപ്പൊ ഈ കുച്ചു മനഃപൂർവ്വം വന്ന് ഒപ്പിട്ട് കൊടുക്കുന്നതാണ് വീട്ടിൽ നമ്മൾ കിട്ടാൻ. അത് ഫാദറിന്റെ കുറ്റമല്ല.